Hello students, today we are going to learn about a new topic. Please listen to the board. Active voice and passive voice. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ്, അതിന് മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ടെൻസസിനെ കുറിച്ച് പഠിച്ചു. ടെൻസസിനെ കുറിച്ച് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്രാമർ സംബന്ധമായിട്ടുള്ള ടോപ്പിക്കുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ സംസാരിക്കുന്നത്. ഗ്രാമർ റിലേറ്റഡ് ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷമേ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ. അപ്പോൾ please listen all classes. Please hear the all class videos from the YouTube, from my channel, okay? And then only you can follow the all topics from the basic to higher levels. So please follow me for more videos and for more classes. So let's start today's class. Today's topic is active voice and passive voice. മലയാളത്തിൽ ആക്റ്റീവ് വോയിസിനെയും പാസീവ് വോയിസിനെയും എന്ത് വിളിക്കാം? ആക്റ്റീവ് വോയിസ് കോൾഡ് ഇൻ മലയാളം കർത്തരി പ്രയോഗം. കർത്തരി പ്രയോഗം അതിനേക്കാൾ സുഖമാണ് ഇംഗ്ലീഷിൽ പറയാൻ. ആക്റ്റീവ് വോയിസ്. ആൻഡ് പാസീവ് വോയിസിന്റെ മലയാളം എന്ന് പറയുന്നത് കർമ്മണി പ്രയോഗം. സോ അതായത് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ കർത്തരി പ്രയോഗം ആൻഡ് കർമ്മണി പ്രയോഗം. ഇതാണ് ഇതിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. സോ before that I will explain by writing some examples, then only you can understand. Look at these examples. First of all, Ramu killed a snake. Ramu killed a snake. രാമു ഒരു പാമ്പിനെ കൊന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. സാധാരണ നമ്മൾ പറയുന്ന ഒരു പ്രസ്താവനയാണ്. രാമു ഒരു പാമ്പിനെ കൊന്നു. ഇതിനെ നമ്മൾ എങ്ങനെ ആക്റ്റീവ് വോയിസിലേക്കാക്കും? സോ രാമു കിൽഡ് എ സ്നേക്ക്, ഇതൊരു പ്രസ്താവനയാണെന്ന് പറഞ്ഞു. ആൻഡ് പ്രസ്താവന എന്ന് പറയുമ്പോൾ ലെറ്റ്സ് കോൾ ഇറ്റ് ആസ് ഓൾസോ ആക്റ്റീവ് വോയിസ്. ഇതിനെ ആക്റ്റീവ് വോയിസ് എന്നും വിളിക്കാം. കാരണം എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് ഐ വിൽ റൈറ്റ് അനദർ. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോ ഇതിന്റെ പാസീവ് വോയിസ് എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ എഴുതാം. അതിനുശേഷം ആക്റ്റീവ് വോയിസ്, അതിന്റെ പ്രത്യേകത, പാസീവ് വോയിസ്, അതിന്റെ പെക്യുലാരിറ്റി, പ്രത്യേകത എന്താണെന്ന് I will explain. So let's write the passive voice of this sentence. Passive voice എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇത് സബ്ജക്റ്റ്, വെർബ് ആൻഡ് ദിസ് ഈസ് ഒബ്ജക്റ്റ്. പാസീവ് വോയിസ് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ആണ് ഫസ്റ്റ് വരിക. അപ്പോൾ സ്നേക്ക്, എ സ്നേക്ക് എന്ന് വരും ഫസ്റ്റ്, ലാസ്റ്റ് എ സ്നേക്ക്. ദെൻ കം ദ വെർബ്. ആ വെബ് ഏതാണ്? പാസ്റ്റ് ടെൻസ് ആണ്. സോ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഇവിടെ കിൽഡിന് ഡയറക്റ്റ് ഉപയോഗിക്കാതെ പാസീവ് ടെൻസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കിൽഡിന് മുന്നേ നമ്മൾ വാസ് യൂസ് ചെയ്യും. വാസ്, ദെൻ വി യൂസ് കിൽഡ്. വാസ് എന്ന് വരുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഇപ്പോ പ്രസന്റ് ടെൻസിലായിരുന്നുവെങ്കിൽ ഈസ് എന്നാണ് വരിക. സോ വാസ് കിൽഡ്, ദെൻ കം ലാസ്റ്റ് എസ് സബ്ജക്ട്. ഈ ഫസ്റ്റ് സെന്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള രാമു വരും. രാമു വരുമ്പോ എന്താണ്? പാമ്പ് കൊല്ലപ്പെട്ടു. ആര് കാരണം? ബൈ രാമു. അപ്പൊ ഇതിന്റെ മീനിങ് എങ്ങനെ വരിക? രാമുവിനെ എന്താണ്? ഒരു പാമ്പ് രാമുവിനാൽ കൊല്ലപ്പെട്ടു. അതായിരിക്കും അതിന്റെ മീനിങ് വരിക. അപ്പോ രണ്ട് വാചകങ്ങൾ, അതായത് രണ്ട് സെന്റൻസുകളിലും ആശയം ഒന്നാണെങ്കിലും ഒന്നാമത്തെ ദാമുവാണ് സബ്ജക്റ്റ്. ഒന്നാമത്തെ സെന്റൻസിൽ ദാമുവാണ് സബ്ജക്റ്റ്. രണ്ടാമത്തെ സ്നേക്ക് ആണ് സബ്ജക്റ്റ്. ഒന്നാമത്തെ സെന്റൻസിൽ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്നു,
അത്തരം സെന്റൻസുകളെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് വിളിക്കുക. അപ്പോൾ സാധാരണ കാണുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെ ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഇപ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്ന സെന്റൻസുകളൊക്കെ ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ സെന്റൻസിന് ഒബ്ജക്റ്റിലാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിയത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റായിട്ട് സ്നേക്ക് സബ്ജക്റ്റായി വരുന്നു സെക്കൻഡ് സെന്റൻസിൽ. ഫസ്റ്റ് സെന്റൻസിൽ ഒബ്ജക്റ്റായ സ്നേക്ക് സെക്കൻഡ് സെന്റൻസിൽ സബ്ജക്റ്റായി വരുന്നു. അപ്പോൾ സ്നേക്കിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിയ അത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് പാസീവ് വോയിസ് എന്ന് വിളിക്കുക. സോ ദിസ് സെന്റൻസ് കോൾഡ് പാസീവ് വോയിസ്. ആൻഡ് ട്രാൻസിറ്റീവ് വെബ്, അതായത് സകർമ്മക ക്രിയ ഉപയോഗിച്ച വാക്കുകൾക്ക് പാസീവ് വോയിസ് ഉണ്ടായിരിക്കുകയുള്ളൂ. എന്താണ് ട്രാൻസിറ്റീവ് വെബ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസിറ്റീവ് വെബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെബിന്റെ കൂടെ മസ്റ്റായിട്ട് കമ്പൽസറി ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള വെബുകളെയാണ് ട്രാൻസിറ്റീവ് വെബ് എന്ന് പറയുന്നത്. ബട്ട് ഇൻട്രാൻസിറ്റീവ് വെബ് ആർ those who need not to be used that object. ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലാത്ത വെബ്സിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാൻസിറ്റീവ് വെബ് എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ട്രാൻസിറ്റീവ് വെബിന്റെ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ കിൽ ഈസ് എ വെബ്. ഈ വെബ് സെന്റൻസിൽ എഴുതുമ്പോൾ ഹി കിൽസ്, അവൻ ഒരു കൊന്നു. അപ്പോൾ ആരെ, ആരെ കൊന്നു എന്നുള്ള ഒബ്ജക്റ്റ് അത്യാവശ്യമാണ്. ആരെ കൊന്നു, അപ്പോൾ ഒബ്ജക്റ്റ് വേണം. ഹി കിൽഡ് എ മാൻ, ഹി കിൽഡ് എ മാൻ. അതുപോലെ ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറയുമ്പോൾ ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ the verbs that need not any objects. So he falls എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വെബ് ആണ്. കാരണം എന്താ, ഫോൾസ്, അവൻ വീഴുന്നു. അതിന് ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല, വീണ് കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടി. ബട്ട് ഇവിടെ കിൽഡ് എന്ന് ഉപയോഗിച്ചാൽ കംപ്ലീറ്റ് മീനിങ് കിട്ടിയിട്ടുണ്ട്, ആരെ കൊന്നു എന്ന് കിട്ടുന്നില്ല. അതുപോലെ ഇവിടെ അവൻ വീണു എന്ന് കംപ്ലീറ്റ് മീനിങ് കിട്ടി. അവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം വെബ്സ് തന്നെയാണ് ഇൻട്രാൻസിറ്റീവ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റീവ് വെബ് എന്താണെന്ന് മനസ്സിലായി കാണാം. അപ്പോൾ ട്രാൻസിറ്റീവ് വെബ് ഉള്ള സെന്റൻസുകൾ മാത്രമേ ഉപയോഗിച്ച വാക്കുകൾക്ക് പാസീവ് വോയിസ് ഉണ്ടായിരിക്കുകയുള്ളൂ. സോ വി അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മേക്ക് ദ പാസീവ് വോയിസ്. സോ ടു മേക്ക് ദ പാസീവ് വോയിസ് വി ഹാവ് ടു know the object of the active voice and the object of the active voice becomes the subject of the passive voice. പാസീവ് വോയിസിന്റെ ഒബ്ജക്റ്റ്, അതായത് ആക്റ്റീവ് വോയിസിന്റെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആകുന്നു. അത് ശ്രദ്ധിച്ചാൽ ഏകദേശം പാസീവ് വോയിസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് എക്സാമ്പിൾസ്. ഫസ്റ്റ് ഞാൻ ഒരു ആക്റ്റീവ് വോയിസ് എഴുതാം, എന്നിട്ട് ലെറ്റ്സ് മേക്ക് ഇറ്റ് ടു ദ പാസീവ് വോയിസ്. Example, she writes a letter. അവൾ ഒരു കത്ത് എഴുതുന്നു. This is an active voice. So what will be the passive voice? First we use the object of the sentence, a letter. Then it is in present tense. ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് യൂസ് ചെയ്യും. ഈസ്, ദെൻ V3 ഫോം യൂസ് ചെയ്യും. ഈസ് വരുമ്പോൾ റൈറ്റിന്റെ V3 ഫോം എന്താ, റിട്ടേൺ. എ ലെറ്റർ ഈസ് റിട്ടേൺ. ദെൻ ലാസ്റ്റ് ആയിട്ട് സബ്ജക്ട് ബൈ ഹെർ. ബൈ യൂസ് ചെയ്തിട്ട് ശേഷം ബൈ കഴിഞ്ഞ ശേഷം ഹെർ, ഷീ എന്നുള്ളത് ഹെർ ആകും. സോ ദിസ് ഈസ് ദ പാസീവ് വോയിസ്. A letter is written by her. അവൾ ഒരു കത്ത് എഴുതപ്പെട്ടു. അങ്ങനെയായിരിക്കും അർത്ഥം വരാം. സോ ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. He
wrote a poem. So how to make this into passive voice? Passive voice എങ്ങനെയാക്കാം? ഇതൊരു ഡയറക്റ്റ് സെന്റൻസ് ആണ്. ഇതിനെ ഇൻഡയറക്റ്റ് ആക്കി എഴുതുമ്പോൾ അതാണ് പാസീവ് വോയിസ് ഉദ്ദേശിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് തല തിരിച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്ന എ പോയം വാസ് റോട്ട് ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പൊ വാസ് വാസ് ദെൻ V3 ഫോം റിട്ടൺ ബൈ ഹിം. ഹി എന്നുള്ളത് ഹിം. So this is the passive voice. And another example. Abdul is reading a book. അബ്ദുൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിൻ. അതിന് പാസീവ് വോയിസ് എങ്ങനെ ആക്കാം? ഫസ്റ്റ് വി യൂസ് ദ ഒബ്ജക്ട് ഓഫ് ദിസ് സെന്റൻസ് എ ബുക്ക്. ദെൻ ഇറ്റ് ഈസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ഒന്നും കൂടി ആഡ് ചെയ്താൽ മതി. ഈസ് അവിടെ തന്നെ ഉണ്ടാവും. എ ബുക്ക് ഈസ്. ദെൻ പാസീവ് വോയിസിൽ ബീങ് എന്ന് വരും. ബീങ് ഈസ് ബീങ്. ദെൻ reading is being not reading. ഇവിടെ V3 ഫോം അല്ലേ ഉപയോഗിക്കുന്നത്. സോ ബി കെയർഫുൾ. ഈസ് ബീങ് റെഡ്. റീഡിന്റെ V3 ഫോം എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റെഡ്. എന്താണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അത് പഠിക്കാത്തവർ അത് കണ്ടിട്ട് ഈ ചാപ്റ്ററിലേക്ക് വരിക. സോ എ ബുക്ക് ഈസ് ബീങ് റെഡ് ബൈ അബ്ദുൽ. ഇതായിരിക്കും ഇതിന്റെ പാസീവ് വോയിസ്. എ ബുക്ക് ഈസ് ബീങ് റെഡ് ബൈ അബ്ദുൽ. So I hope you understand how to change the active voice and the passive voice in different tenses. പ്രസന്റും പാസ്റ്റും ഒക്കെ ഞാൻ നൽകി. അതിന്റെ എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കാം എന്ന് മനസ്സിലാക്കാം. So first we can move to the present tense. Present tense സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെയാ? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസിന്റെ ഫോം എങ്ങനെയായിരിക്കും? ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് സിമ്പിൾ ഡയറക്റ്റ് സെന്റൻസ്. അതിന്റെ ഫോം വി നോ ദാറ്റ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. ദിസ് ഈസ് സിംപ്ലി സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ പാസീവ് വോയിസിന്റെ ഫോം എങ്ങനെയായിരിക്കും? പാസീവ് വോയിസ് വോയിസിന്റെ ഫോം എങ്ങനെയായിരിക്കും? സബ്ജക്ട് പ്ലസ് ആം ഓർ ആർ ഓർ ഈസ് പ്ലസ് V3 ഫോം പ്ലസ് ശേഷം വരുന്നതിന് ഏജന്റ് എന്ന് വിളിക്കാം. അപ്പോ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ എഴുതി. അപ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി വരുന്നു. ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട്, പാസീവ് വോയിസിൽ വരുമ്പോൾ സബ്ജക്റ്റ് ആയി വരുന്നു. ആൻഡ് വി ഹാവ് ടു നോട്ടീസ് വൈൽ റൈറ്റിംഗ് പാസീവ് വോയിസ് വി ഹാവ് ടു നോട്ടീസ് ഇൻ പ്രസന്റ് ടെൻസിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പ്രസന്റ് ടെൻസിൽ മാത്രമല്ല ജനറലി ശ്രദ്ധിക്കേണ്ടത് വി ഹാവ് ടു നോട്ടീസ് ദാറ്റ് ഹി, ഷീ, ദേ, വി, ഐ എന്നീ പ്രോണൗൺസ് ഉണ്ടല്ലോ. ഇത് പാസീവ് വോയിസിൽ ഏജന്റ് ആയി മാറും. ഏജന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും. ഈ ഹി, ഷീ, ദേ, വി, ഐ എന്ന് പറയുന്ന പ്രോനൗൺസിനെയാണ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ബൈ എന്ന് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതുണ്ടല്ലോ. ബൈ ആരാണ് ചെയ്തത്, ബൈ എന്ന് ചേർത്ത് ഉപയോഗിക്കുന്നതിനാണ് ഏജന്റ് എന്ന് പറയും. അപ്പൊ ഈ ഏജന്റുകളൊക്കെ ഹി എന്നുള്ളത് ഹിം ആകും, ഷീ എന്നുള്ളത് ഹെർ ആകും, ദേ എന്നുള്ളത് ദെം ആകും, വി എന്നുള്ളത് അസ് ആകും, ആൻഡ് ഐ എന്നുള്ളത് നീ ആകും. അങ്ങനെയാണ് ചേഞ്ചസ്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ വിൽ റൈറ്റ്. ഹി എന്നുള്ളത് ഇവിടെ ഹി എന്നാണെങ്കിൽ പാസീവ് വോയിസ് വരുമ്പോൾ ഹിം ആകും, ഷീ എന്നുള്ളത് ഹെർ ആകും, വി എന്നുള്ളത് അസ് ആകും, ദെൻ ദേ എന്നുള്ളത് ദെം ആകും. അതുപോലെ ഐ എന്നുള്ളത് എന്താകും, നീ ആവും. These will be the changes when
transferring from active voice to passive voice.